നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാഠ്മണ്ഡു എന്ന് പറയുന്നത് വളരെ സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. ഒരു താഴ്വരയാണ്, തണുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടും അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഇവിടെ വന്നിട്ടും കണ്ടിട്ടുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വരുമ്പോൾ ശരിക്കും മനസ്സിന് കുളിർമ നൽകുന്ന കുറേയധികം സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനിരിക്കുന്നത് ഇപ്പോൾ ഭാഗമതി നദിയുടെ കരയിലാണ്. ഈ ഭാഗമതി നദിയുടെ കരയിലായിട്ടൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. പുരാണമായിട്ടുള്ള ഒരു ഹിന്ദു ക്ഷേത്രം. സതീദേവിയുടെ പല ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ചെതറിക്കിടന്ന് അവിടെയെല്ലാം ക്ഷേത്രങ്ങൾ ഉത്ഭവിച്ചു എന്നതാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഗുദഭാഗം ഇവിടെ വന്ന് ഇത് ഗുഹ്യേശ്വരി ക്ഷേത്രമായി തീർന്നു എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഈ ഭാഗമതി നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മളിങ്ങനെ ദർശിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ക്യാമറയായിട്ട് നടക്കുന്നതിലാണ് ഒരാളെ കണ്ടുമുട്ടിയത്. ആളെന്തൊക്കെയോ പരിപാടിയിൽ വ്യാപൃതമായിട്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എന്നാലോ എന്തൊക്കെയോ ഉണ്ട് താനും. പുള്ളിക്കാരത്തി അവിടെ നല്ല പ്രവൃത്തിയിലാണ്. ഇടയ്ക്ക് അതിലേക്ക് തലയിട്ട് എന്തൊക്കെയോ തിരയുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളിക്കാരുടെ ആ ഒരു പ്രകടനം. ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയാം. ഈ ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രം ഒരു കാഠ്മണ്ഡു നഗരത്തിന് ഹൃദയഭാഗത്തായിട്ട് നമ്മൾ പശുപതിനാഥ് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ഒരു 800-900 മീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ ഒരു ഹിന്ദു ക്ഷേത്രമാണ്. സതീദേവിയുടെ ഗുഹ്യ ഭാഗം ഇവിടെ വന്ന് വീണു എന്നും അത് പിന്നീട് ഗുഹേശ്വരി ക്ഷേത്രം എന്നും അറിയപ്പെട്ടു എന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതുപോലെ തന്നെ ഗുഹ്യം അറിയപ്പെടാത്തത്, രഹസ്യമായത്, അതിനെ സംബന്ധിക്കുന്നതായിട്ടും ഈ ക്ഷേത്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും പൗരാണികമായിട്ടുള്ള ഒരന്തരീക്ഷം, വളരെ ഒരു ശാന്തമായിട്ട് ഒഴുകുന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ ഉള്ളിൽ ചെന്നാലും നമുക്ക് മനസ്സിനെ വളരെ സ്വാധീനിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഫീല് നൽകുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഗുഹേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ വന്നിട്ട് പശുപതിനാഥ് ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ആരും അങ്ങനെ ഇവിടേക്ക് വരാറില്ല എന്നാണ് മലയാളികൾ എനിക്ക് തോന്നുന്നത്. കാരണം ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ല. ഈ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഗുഹേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഈ ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുക. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു കാഴ്ചയും അനുഗ്രഹവും ഒക്കെ വേറെ തന്നെയാണ്. എക്സ്പീരിയൻസാണ്. ആ ഒരു എക്സ്പീരിയൻസാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനകത്ത്. ക്ഷേത്രത്തിനകത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അകത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാഠ്മണ്ഡുവിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ള ക്ഷേത്രമാണിത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു ദേവിയുടെ ക്ഷേത്രം സന്ദർശിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് വരാം. ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഫീല് തന്നെ നൽകും എന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്തായാലും ഗുഹേശ്വരി ക്ഷേത്രം അതിപുരാതനമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. കാഠ്മണ്ഡു എന്ന് പറയുന്ന ഈ ഒരു താഴ്വാരം ബൃഹത്തായ കുറേ സംസ്കൃതികളുടെ, കുറേ ക്ഷേത്രങ്ങളുടെ, കുറേയധികം സംസ്കാരങ്ങളുടെയൊക്കെ വിളനിലമായിട്ട് കുടികൊള്ളുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ തോന്നുന്ന ഒരു തരം ശാന്തതയുള്ള സ്ഥലം.
ആളുകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ശാന്തമായ പെരുമാറ്റത്തോടുകൂടെ നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ അവരിലൊരാളായി കാണുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നാടാണ് കാഠ്മണ്ഡു.